CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ചരിത്രപ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് കുതിരവേലയുടെ പറപ്പുറപ്പാട് ചൊവ്വാഴ്ച ആരംഭിക്കും. പെരുമ്പിലാവിൽ ബാറിൽ സംഘർഷം, യുവാവിന് മർദ്ദനമേറ്റു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പെരുമ്പിലാവ് കരിക്കാട് ചോല സ്വദേശി ഷക്കീറിനാണ് മർദ്ദനമേറ്റത്. കാണിപ്പയ്യൂർ കുരിശുപള്ളിക്ക് സമീപം ആംബുലൻസ് കാറിന് പുറകിലിടിച്ച അപകടം, 3 പേർക്ക് പരിക്കേറ്റു. ഇരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കോട്ടപ്പടി കപ്പിയൂർ ചിറക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ പൂരാഘോഷത്തിന് സമാപനമായി. വീണ്ടും വ്യാജ ലോട്ടറി തട്ടിപ്പ്. എളവള്ളി താമരപ്പള്ളിയിൽ വ്യാജ ലോട്ടറി ടിക്കറ്റ് നൽകി വിൽപ്പനക്കാരിൽ നിന്നും പണം തട്ടിയെടുത്തു. മാലിന്യമുക്തം നവകേരള ക്യാമ്പയിനിലൂടെ പുളിച്ചിറക്കെട്ടിലെ കുളവാഴ നീക്കം ചെയ്ത് ശുദ്ധീകരിച്ച് ചാവക്കാട് നഗരസഭ. ഇരുമപ്പെട്ടി നെല്ലുവായ് പട്ടാമ്പി റോഡ് മുരിങ്ങത്തേരിയിൽ ബൈക്കിൽ നിന്ന് വീണ് യുവാവിന് പരിക്കേറ്റു. സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥമുള്ള സംസ്ഥാന കമ്മിറ്റി വാഹന പ്രചരണ ജാഥയ്ക്ക് കുന്നംകുളത്ത് സ്വീകരണം നൽകി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ബാലകലോത്സവം നടന്നു. ഇരുമപ്പെട്ടി പഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. ചങ്ങായിക്കുറിയിൽ നിന്ന് ലഭിച്ച തുക പഞ്ചായത്തിലെ ഡയാലിസിസ് രോഗികൾക്ക് വിതരണം ചെയ്തു. ചൂണ്ടൽ തായങ്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്സവാഘോഷത്തിന്റെ ഭാഗമായുള്ള കലാപരിപാടികൾക്ക് തുടക്കമായി. രണ്ടാമത് അഖില കേരള സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് ഫൈനൽ മത്സരത്തിൽ ബോയ്സ് ഓൺ തവനൂർ ജേതാക്കളായി. കേരള NGO യൂണിയൻ ചാവക്കാട് ഏരിയ സമ്മേളനം നടത്തി. ജില്ലാതല സൗന്ദര്യ പ്രദർശന മത്സരം ഫെബ്രുവരി 21 ഇരുമപ്പെട്ടിയിൽ നടക്കും. കടവല്ലൂർ സാന്ത്വനം സഹായ സമിതിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി 22-ാം തീയതി മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിക്കുന്നു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.